അപ്പോൾ വോട്ട് ചോരി വരുന്നതിന് മുൻപ് കോൺഗ്രസിന്റെ സ്ഥിതി എന്താണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് കോൺഗ്രസ് ശരിയാണ് അജിംസ് പറഞ്ഞതുപോലെ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ച് രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്രയെ ജനം തള്ളിക്കളഞ്ഞില്ലേ എന്ന് മറുവാദം ഉന്നയിക്കാൻ BJPക്ക് കഴിയും എന്ന സവിശേഷത ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനുണ്ട്. അതേസമയം RJDക്ക് വലിയ ഒരു നമ്പർ നിലനിർത്താൻ കഴിയുന്നു. പക്ഷേ കൂടെയുള്ള സഖ്യകക്ഷികൾക്ക് ഒപ്പം പിടിക്കാനോ നന്നായി പെർഫോം ചെയ്യാനോ കഴിയാത്തതിൻ്റെ ദുരന്തം ഇത്തവണയും ആ പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി അനുഭവിക്കുന്നു തന്നെയാണ് പറയേണ്ടത്. പരമാവധിയിൽ നിലവിലെ കക്ഷി തന്നെ വെച്ച് നോക്കിയാൽ JDU അങ്ങനെ ഒരു പതറ്റിക്കായ സിറ്റുവേഷനിലേക്ക് പോയിട്ടില്ല. BJPയോടൊപ്പം ഏതാണ്ട് 57 സീറ്റുകളിൽ അവർ മുന്നേറുന്നുണ്ട് എന്നുള്ളതും കാണേണ്ടതാണ്. അതായത് JDU ഇല്ലാതെ ബീഹാർ രാഷ്ട്രീയത്തിൽ BJPക്ക് നിലനിൽപ്പില്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിലും നിലനിൽപ്പില്ല എന്ന ആ വാദം ഊട്ടിയുറപ്പിക്കുന്ന ഒരു റിസൾട്ട് കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. JDU അങ്ങനെ പുറകോട്ട് പോയിട്ടൊന്നുമില്ല. JDUവും BJPയും ചേർന്നാണ് NDA വലിയ സീറ്റിന് വലിയ അക്കത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതേസമയം കോൺഗ്രസിന്റെ പ്രകടനം ഈ അക്കങ്ങളിൽ വളരെ പരിതാപകരമാണ്. 10 സീറ്റുകളിലോ മറ്റാണ് ഇപ്പോൾ അവർ ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ തുല്യം സീറ്റുകൾ വീതിച്ചെടുത്ത BJPയും JDUവും സമാനമായി തന്നെ മുന്നേറുമ്പോൾ ഇവിടെ RJDയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യത്തിൽ കോൺഗ്രസ് വളരെ പരിതാപകരമായ പ്രകടനം കാഴ്ചവെക്കുന്നു. RJD കുറെ കൂടി ഭേദപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകുന്നു കാണാം. അപ്പോൾ ഈ റിസൾട്ട് എന്താണ്? എക്സിറ്റ് പോളുകൾ ഫലം പ്രവചിച്ചതുപോലെ തന്നെ അച്ചട്ടായി വരികയാണ് ഇപ്പോഴത്തെ സീറ്റ് നില എന്ന് കാണാം. എക്സിറ്റ് പോളുകൾ ശരിവെക്കുന്ന പല സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും വോട്ട് ചോരി ആരോപണം, ആ ആരോപണത്തിന്റെ മുനയൊടിക്കാൻ പോകുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വോട്ട് ചോരി ആരോപണത്തിന് മുനയൊടിക്കുകയാണോ, അതല്ല ആ ആരോപണത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണോ ഈ റിസൾട്ട് ചെയ്യുക എന്നുള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് മനസ്സിലാകും. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണം ഇനിയും വരേണ്ടതുണ്ട്. പക്ഷേ ആദ്യ ഫലസൂചനകൾ പ്രകാരം എക്സിറ്റ് പോളുകളെ ശരിവെക്കുന്ന തരത്തിൽ NDA വലിയ തോതിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കേവലം നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഒരു തരത്തിലും ഇപ്പോൾ 91, 140 എന്നുള്ളതാണ്. 91 സീറ്റുകളിൽ ഇന്ത്യ സഖ്യവും NDA 140 സീറ്റുകളുമാണ് എങ്കിൽ പോലും വ്യക്തമായ ലീഡ് NDAക്ക് ഈ ആദ്യ ഫലസൂചനകളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഇനി വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഇതുവരെ 243 സീറ്റുകളിൽ 232 സീറ്റുകളിലെ ഫലസൂചനകളാണ് പുറത്തു വന്നിട്ടുള്ളത്. 242 സീറ്റുകളിലെയും ഫലസൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നു. 243-ൽ 242 സീറ്റുകളിലെയും അപ്പോഴും 84, 150 84 സീറ്റുകളിൽ മാത്രമാണ് ഇന്ത്യ സഖ്യമുള്ളത്. 151 സീറ്റുകളിലേക്ക് NDA തങ്ങളുടെ ലീഡ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. 151 സീറ്റ് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് മാർജിനിലാണ് NDA മുന്നോട്ട് പോകുന്നത്. ഹ്യൂജ് മാർജിൻ, വ്യക്തമായ ഭൂരിപക്ഷം, ഒരു തരത്തിലുള്ള ചാഞ്ചാട്ടവും ഇല്ല. ഒരുപക്ഷെ JDUവിന്റെ സീറ്റ് നില നോക്കിക്കഴിഞ്ഞാൽ JDUവും ശക്തമായ നിലയിലാണ്. BJP ഏതാണ്ട് JDUവിനേക്കാൾ കുറെ കൂടി മുമ്പിലാണ്. 71 സീറ്റുകളുമായി BJPയും മുന്നിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിശക്തമായ ഒരു പൊസിഷനിലാണ് ഇപ്പോൾ NDA ഉള്ളത്, BJP ഉള്ളത്, JDUവും ഉള്ളത്. പക്ഷേ RJD കോൺഗ്രസ് സഖ്യം നമുക്ക് നോക്കുക, കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ RJDക്ക് കഴിയുന്നില്ല, കോൺഗ്രസിനും കഴിയുന്നില്ല എന്ന് കാണാം. അപ്പോൾ എക്സിറ്റ് പോളുകളെ ശരിവെക്കുന്ന ഫല സൂചനകൾ വരുന്നു. 10% കൂടുതൽ ആളുകൾ എത്തി പോൾ ചെയ്ത കൂടുതൽ റെക്കോർഡ് പോളിംഗ് ശതമാനമുള്ള ബീഹാറിൽ വന്നവരെല്ലാം വോട്ട് ചെയ്തത് നിതീഷ് കുമാറിനും BJPക്കുമാണ്. നിതീഷ് കുമാറിന്റെ വെൽഫെയർ പൊളിറ്റിക്സിനും BJPയുടെ ദേശീയ രാഷ്ട്രീയത്തിനും 10% പേർ വന്ന് ഉത്സാഹത്തോടെ വോട്ട് ചെയ്തു പോയി എന്ന് വേണം കാണാൻ ഇപ്പോഴത്തെ ഫലസൂചനകൾ പ്രകാരം. അതല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടോ ഈ ഫലസൂചനകളിൽ എന്നുള്ളത് ഇനിയുള്ള പ്രതികരണങ്ങളിൽ, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതികരണങ്ങളിൽ നിന്നേ മനസ്സിലാവുകയുള്ളൂ. ഏതായാലും SIRന്റെയും വോട്ട് ചോരിയുടെയും പശ്ചാത്തലത്തിൽ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ NDA അതിശക്തമായ നിലയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരി, 243 സീറ്റുകളിലെയും ഫലസൂചനകൾ പുറത്തു വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 242 ഒറ്റ സീറ്റിലെ ഫലസൂചനകൾ കൂടി മാത്രം വരാൻ ബാക്കി നിൽക്കെ 151 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു എന്നതാണ് ബീഹാറിൽ നിന്നുള്ള കാഴ്ച. ബീഹാറിൽ 151 സീറ്റിൽ കഴിഞ്ഞ തവണത്തതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ എടുക്കാൻ NDAക്ക് കഴിഞ്ഞു. കഴിഞ്ഞ തവണ 125 സീറ്റുകളായിരുന്നു NDA നേടിയിരുന്നത് എങ്കിൽ ഇത്തവണ 151 സീറ്റിൽ അവരെ ലീഡ് ചെയ്യുന്നു. അന്ന് ഉണ്ടായിരുന്നേക്കാൾ കൂടുതൽ നമ്പർ ഉണ്ടാക്കാൻ എല്ലാ തരത്തിലും NDA കക്ഷികൾക്ക് കഴിയുന്നു എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കഴിഞ്ഞ തവണ 19 സീറ്റ് ഉണ്ടായിരുന്ന കോൺഗ്രസിന് പക്ഷേ ഇത്തവണ 19 സീറ്റ് തന്നെ നിലനിർത്താനെങ്കിലും കഴിയുമോ എന്ന് ചോദിച്ചാൽ അവരുടെ അവസ്ഥ പരിതാപകരമാണ് എന്നാണ് തോന്നുന്നത്.